വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ സ്റ്റിച്ചസിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ സ്റ്റിച്ചിൻ്റെയും വീഡിയോസ് ഇട്ടിരുന്നു. അപ്പോൾ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തവർക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആട്ടോ ഈ ഹാർട്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് യാണിങ്ങനെ ഹോൾഡ് ചെയ്യണം. അത് കഴിഞ്ഞ് യാൺ ഓവർ ചെയ്യുക. ഇങ്ങനെ ഫ്രണ്ടിൽ എക്സ്, ബാക്കിൽ പാരലൽ ലൈൻ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, ഇതിനെ ട്വിസ്റ്റ് ചെയ്തു, മാജിക് സർക്കിൾ ഫോം ചെയ്തു. അപ്പോൾ അതിൻ്റെ സർക്കിൾ ഫോം ചെയ്യാനുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 ചെയിൻ ഇടാം. 1 2 3 3 ചെയിൻ ഇട്ടു ഇതിൽ. ഇനി ചെയ്യേണ്ടത് ഒരു 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തു, 1 ട്രിപ്പിൾ ക്രോഷ്യ, ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഒരു ട്രിപ്പിൾ ക്രോഷ്യ കൂടി ചെയ്യുക. ഒരെണ്ണമല്ല കേട്ടോ, 2 കൂടി ചെയ്യണം. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തു, 2 ലൂപ്പിൽ കൂടെ വലിച്ചു, ഈ 2 ലൂപ്പിൽ കൂടെ വലിച്ചു, ഈ 2 ലൂപ്പിൽ കൂടെ വലിച്ചു, രണ്ടാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ ആയി. ഇനി ചെയ്യേണ്ടത് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തു, 1 ഒരു പ്രാവശ്യം വലിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം വലിച്ചു, ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കാം. ഓക്കെ, അപ്പോൾ 3 ട്രിപ്പിൾ ക്രോഷ്യ ആയി. ഇനി ചെയ്യേണ്ടത് 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്തു, വലിച്ചു, 1 ഡബിൾ ക്രോഷ്യ, ഇനി സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഒരു ചെയിൻ ഇടാം. ഇപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ ഒരു സൈഡ് കഴിയാറായി. അപ്പോൾ ഒരു ചെയിൻ ഇട്ടു. ചെയിൻ ഇട്ടിട്ട് ഇനി ചെയ്യേണ്ടത് ഒരു ട്രിപ്പിൾ ക്രോഷ്യ. അപ്പോൾ ദാ ഇവിടെ വലിച്ചു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ 2 എണ്ണത്തിൽ കൂടെ വലിച്ചു, ഇതിലേ എടുത്തു. അപ്പോൾ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഒരു ചെയിനും കൂടി ഇട്ടു. അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ ഒരു സൈഡ് എത്തിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ ചെയ്തത് അത് തന്നെ അപ്പർ സൈഡിലും ചെയ്യണം. അപ്പോൾ ഇവിടെ ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇടാം. ഇല്ല, ഇവിടെ ഇപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ കഴിഞ്ഞല്ലോ. എന്നിട്ട് നമ്മൾ ഒരു ചെയിൻ ഇട്ടു. ഇനി ചെയ്യേണ്ടത് ഒരു 3 ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഒരു ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഡബിൾ ക്രോഷ്യ. കണ്ടോ, അപ്പോൾ ഇങ്ങനെയായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. 1 4 ലൂപ്പ് വന്നു. അപ്പോൾ ആദ്യം ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു, പിന്നെ ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തു. ഇനി വീണ്ടും 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, ഇനി ഒരു ട്രിപ്പിൾ ക്രോഷ്യം കൂടിയും 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തു, വലിച്ചു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, ഇങ്ങനെ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു, ഇങ്ങനെ വലിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒന്ന് സർക്കിളൊന്ന് ടൈറ്റാക്കി വലിക്കുക കേട്ടോ. ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ 3 ട്രിപ്പിൾ ക്രോഷ്യ അല്ലേ ചെയ്തത്, ഇനി 3 ചെയിൻ ഇടാം. 1 2 3 3 ചെയിനും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സ്ലിപ്പ് നോട്ട് കൊടുത്തു. കണ്ടോ, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് വലിച്ചു, ഈ അറ്റം വലിച്ചു, ഇവിടെ മാജിക് സർക്കിളിൻ്റെ ഇത് വലിച്ചു, ക്ലോസ് ചെയ്തു, ഒരു ഹോള് പോലെ കിട്ടി. കണ്ടോ, അപ്പോൾ നമുക്കൊരു ഹാർട്ടിൻ്റെ ഷേപ്പായിട്ടുണ്ട് ഓൾമോസ്റ്റ്. കണ്ടോ, ഇങ്ങനെയായി. ഇനി ചെയ്യേണ്ടത് നമ്മളിതിനൊരു എന്താ പറയുക, ഒരു ബോർഡർ പോലെ കൊടുക്കും. അപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ 3 ചെയിൻ ചെയ്തല്ലോ, ഇവിടെ 3 ചെയിൻ ചെയ്തു. ഈ ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിൽ കൂടെ നമ്മൾ, ഇവിടെ ഒരു ബാക്ക് ലൂപ്പ് ഉണ്ട്, ചെയിൻ 1ൻ്റെ ബാക്ക് ലൂപ്പ്, ആ ലൂപ്പിൽ കൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി അടുത്ത ബാക്ക് ലൂപ്പിൽ കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. 3 ചെയിനാണ് ഇട്ടത്, അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി വരുന്നത് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യാണ്. ആ ട്രിപ്പിൾ ക്രോഷ്യയുടെ മുകളിലേക്ക് ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ
2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. 1 2 കണ്ടോ, 2 സിംഗിൾ ക്രോഷ്യ. ഇനി അടുത്തത് ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കും. ഇവിടെ ഈ ട്രിബിളിൻ്റെ മുകളിൽ 1 2 2 സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കും. 1 2 ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി ഉള്ള ഇവിടെയൊക്കെ ഓരോ സിംഗിൾ ക്രോഷ്യ കൊടുക്കാം കേട്ടോ. ഡബിളിൻ്റെ മുകളിലൊക്കെ ഓരോ സിംഗിൾ ക്രോഷ്യ. ഇവിടെ 1 സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇവിടെ 1 സിംഗിൾ ക്രോഷ്യ. ഇവിടെ ഒരു നമ്മുടെ ഗ്യാപ്പിൽ ഇവിടെ ഒരു ചെയിൻ ഇട്ടതിൻ്റെ ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെയിൻ ഇട്ടു. ഈ ട്രിബിളിൻ്റെ അവിടെ ചെയിൻ ഇട്ട പോലെ തന്നെ ഇവിടെയും ഒരു ചെയിൻ ഇട്ടു. ഇനി ആ ചെയിൻ കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു ടിപ്പ് കിട്ടും, ഹാർട്ടിനൊരു ടിപ്പ് കിട്ടും. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ചെയിനും കൂടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഈ ഗ്യാപ്പിൽ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു. ഇനി ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഡബിളിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഈ ഡബിളിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി ഇവിടെയും ഡബിളാണ്, ഡബിൾ ക്രോഷ്യാണ്, അതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി ചെയ്യേണ്ടത്, ഇനി വരുന്നത് 3 ട്രിബിളിൻ്റെ മുകളിൽ 2 സിംഗിൾ ക്രോഷ്യ ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലും. 1 2 സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ ടു ദ സെയിം സ്റ്റിച്ച്. ഇനി ഇവിടെയും 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കണം ഒരു സ്റ്റിച്ചിൽ തന്നെ. 1 2. ഇനി ഇവിടെയും ഓരോ സിംഗിൾ ക്രോഷ്യ. 1 രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ കൊടുത്തു. കണ്ടോ, ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ. എല്ലാ ട്രിബിളിൻ്റെയും മുകളിൽ 2 സിംഗിൾ ക്രോഷ്യ. ഇനി നോക്കൂ, വരുന്നത് ചെയിൻസാണ്. നമ്മൾ ആ വലിച്ച ചെയിനിന് വരുമ്പോൾ ബാക്ക് ലൂപ്പിൽ കൂടെ സ്ലിപ്പ് സ്റ്റിച്ചാണ് കൊടുക്കണ്ടേ. കണ്ടോ, ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു, ഇവിടെ ബാക്ക് ലൂപ്പിൽ കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. കണ്ടോ, ഇനി ഈ ലൂപ്പിൽ കൂടെ എടുത്തിട്ട് വലിക്കുക, സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക, വലിക്കുക. ഇനി ഇവിടെ കട്ട് ചെയ്ത് കളയാം. നമുക്ക് യാണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് ലോക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഹാർട്ട്, ഒരു ഷേപ്പില്ലാതെ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഇനി ഇതിൻ്റെ ഈ അറ്റം വലിക്കുക, ഈ ഹോളുള്ള ഭാഗം നമ്മൾ മാജിക് സർക്കിളിൻ്റെ മറ്റേ ഭാഗം വലിക്കുക. ടൈറ്റായിട്ട് വലിച്ച് കഴിയുമ്പം ഇങ്ങനെ കിട്ടും. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുള്ളി ചെയ്ത് ബാക്കിലേക്ക് എടുക്കും. ഈ ഹോള് നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കാം കേട്ടോ. കണ്ടോ, എന്നിട്ട് ഇത് രണ്ടും ബാക്കിലൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഹാർട്ട് റെഡി. കണ്ടോ, ചെറിയൊരു ഹോളുണ്ട്. അത് ഞാൻ അത്ര മുറുക്കി വലിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ശരിക്കും അത് പിന്നെ ഈ യാൺ ഭയങ്കര കട്ടിയാണ്. അപ്പോൾ ഈ ഉപയോഗിച്ചിരിക്കുന്നത് യാൺ മാജിക് നീഡിലിൻ്റെ അരാൻ കോട്ടൺ യാണാണ്, യെല്ലോ കളറ്. ഹുക്ക് 2.5 mm കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. 10-15 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന പ്രൊജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. ഞാനിങ്ങനെ സിമ്പിളായിട്ടുള്ള ബേസിക്കായിട്ട് സ്റ്റിച്ചസ് പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റുന്ന ട്യൂട്ടോറിയൽസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.